ഇതുകൊണ്ട് നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മളതിൻ്റെ തീയുടെ അതിൻ്റെ ചൂട് ഇങ്ങനെ കുറച്ച് കുറച്ച് വെക്കുക. അതുകൊണ്ട് അത് കൂടുതൽ വെച്ചാൽ തിളച്ച് പുറത്തോട്ട് ചാടിപ്പോവും, മൂടി വെച്ചാലും തിളച്ച് പുറത്തോട്ട് ചാടിപ്പോവും. അങ്ങനെ ഇരുന്ന് ഒരു 5 മിനിറ്റ് നേരം ഇത് തിളയ്ക്കണം. നമ്മുടെ ഈ വെള്ളം തിളച്ചിട്ടുണ്ട്, മൂടി വെച്ചത് 5 മിനിറ്റായി. ഇത് ചെറിയ ചൂടുണ്ട്, നമ്മളിതിങ്ങനെ ഒഴിച്ചെടുത്തു. ഒരു അര ഗ്ലാസ് വെച്ച് നിങ്ങളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പം കുടിക്കുക. കുടിച്ചിട്ട് നിങ്ങൾക്കൊന്ന് പെര അടിച്ചു വരാം, അല്ലെങ്കിൽ നമ്മുടെ ബാക്കി പണികൾ ചെയ്യാം. അതിനനുസരിച്ച് നമ്മുടെ യൂറിൻ ദേഹത്തുനിന്ന് പോകും. പെട്ടെന്ന് കാലിലെയും കയ്യിലെയും ദേഹത്തേക്ക് നീര് കുറയും. അപ്പം ഇതിന് ചെറു ചൂടോടെ കുടിക്കുമ്പോൾ വേറെ രുചിയൊന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടേസ്റ്റേ ഉള്ളൂ. അപ്പോൾ ചൂടോടെ തന്നെ കുടിക്കുക. ഇത് 1 ലിറ്റർ കുടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പണികളോ കാര്യങ്ങളോ അല്ലെങ്കിൽ വർക്കൗട്ട് സെക്ഷൻ ചെയ്യാം, കുറച്ച് നടക്കുക, സ്കിപ്പ് ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നീര് ഊർന്നിറങ്ങി ദേഹത്തുനിന്ന് പോകും. ഒരിക്കലും ഈ വെള്ളം യാത്രയിൽ നിങ്ങൾ കൊണ്ടുപോകരുത്. എന്നുവെച്ചാൽ പെട്ടെന്ന് യൂറിൻ പോകാനുള്ള അവസ്ഥ ഉണ്ടാവും. നമുക്കതൊരു ബോഡിക്ക് അത്ര സെറ്റല്ല. റിലാക്സ് ഇരിക്കുന്ന അവസ്ഥയിൽ ഇത് കുടിക്കുക. അത് കഴിഞ്ഞ് നോർമൽ വാട്ടർ കുടിക്കുക. അല്ലാത്തപ്പോഴും നമുക്ക് ഇടയ്ക്ക് വെള്ളം കുടിക്കാവുന്നതാണ്, വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്ന അവസരങ്ങളിൽ. എന്നു വെച്ചാൽ ബോഡിയിൽ ക്ലീൻ ആക്കാനായിട്ട് ഏറ്റവും പ്രാധാന്യമുള്ളൊരു വെള്ളമാണ്. ഇത് ഇഞ്ചിയുടെ ഒരു ചെറിയ പീസ്. ആദ്യം നമ്മൾ ഒരു അരക്കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കുക. എന്നിട്ട് ബാക്കി സംഭവങ്ങൾ പൊടിച്ചെടുക്കുക. തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി അവസാനം പൊടിച്ചാൽ മതി. ആദ്യം നമുക്ക് ബാക്കി 3 കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാട് പൊടിഞ്ഞു പോകണ്ട. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. മാറ്റിക്കോ. 3ൻ്റെയും കൂടെ ഒരു സ്മെല്ല് വരുന്നത്ര നേരം നമ്മളിതൊന്ന് ചതച്ചാൽ മതി. ഒരുപാട് വേണ്ട, പൊടിഞ്ഞൊന്നും പോകണ്ട. ഇതുകൊണ്ട് നന്നായിട്ട് ചതഞ്ഞ് കിട്ടി. ഇത് നമുക്കിങ്ങനെ വെള്ളത്തിലോട്ട് ഇടാം. ഇതുകൊണ്ട് നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മളതിൻ്റെ തീയുടെ അതിൻ്റെ ചൂട് ഇങ്ങനെ കുറച്ച് കുറച്ച് വെക്കുക. അതുകൊണ്ട് അത് കൂടുതൽ വെച്ചാൽ തിളച്ച് പുറത്തോട്ട് ചാടിപ്പോവും, മൂടി വെച്ചാലും തിളച്ച് പുറത്തോട്ട് ചാടിപ്പോവും. അങ്ങനെ ഇരുന്ന് ഒരു 5 മിനിറ്റ് നേരം ഇത് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം നമ്മൾ നിറച്ചൊഴിച്ചു. ഇനി വെള്ളം നമ്മൾ നിറച്ച് അങ്ങ് ഒഴിച്ചു. ഇനി തീ നിർത്തുക. എന്നിട്ട് മൂടി വെക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതെടുത്ത് ചെറു ചൂടോടെ കുടിക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം ഇത് നമ്മൾ രണ്ടാമത് വെള്ളം ഒഴിച്ചു. 5 മിനിറ്റ് നേരമായി. ഇനിയിപ്പോൾ ഈ വെള്ളം എടുക്കുമ്പോൾ കണ്ടോ, ഇതൊരു ലൈറ്റ് ഷെയ്ഡിലാണ് നിൽക്കണേ. ഈ ഒരു കളർ ഇതിനുണ്ടാവുള്ളൂ. തിളപ്പിച്ച ഇഞ്ചി, മൈമോദകം, ഉലുവയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണിത്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ കുറച്ച് നേരം തിളയ്ക്കണം, പിന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു സമയം കഴിഞ്ഞാണ് ഇത് എടുക്കേണ്ടത്. നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാം. അപ്പോൾ ഈ 1 ലിറ്റർ വെള്ളം കുടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് പണി വേണമെങ്കിലും ചെയ്യാം. വീട് അടിച്ചു വാരുവോ അല്ലെങ്കിൽ കുറച്ച് വർക്കൗട്ട് സെക്ഷനോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വെള്ളം കുറച്ചായിട്ട് കുടിച്ചുകൊണ്ടിരിക്കും. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു. കുടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് യൂറിനൊക്കെ പോകും, ബോഡിയിലെ നീര് വരും. അപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് സെക്ഷൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇതിലേക്ക് കൊടുത്തിട്ട് തന്നെ ഇട്ടേക്കാം, ഏത് വർക്കൗട്ട് സെക്ഷനാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെറു ചൂടോടെ കുടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഏത് നീരും നമ്മുടെ ദേഹത്ത് ഏത് നീരും മാറാനായിട്ട് ഈ വെള്ളം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഈ 1 ലിറ്റർ വെള്ളം കഴിയുമ്പോൾ നമ്മൾ നോർമൽ വാട്ടർ നിങ്ങൾ ഏത് കുടിക്കുക. പക്ഷേ യാത്രയിൽ ഒരിക്കലും ഈ വെള്ളം കൊണ്ടുപോകരുത്. എന്നുവെച്ചാൽ യൂറിനേഷന് ഇത് കഴിച്ചാൽ കൂടുതലായിട്ട് വരും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക.